മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. MSC എൽസ 3 എന്ന പേര് ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നു കാണില്ല. ചരക്ക് കപ്പലാണ്. അറബിക്കടലിൽ മുങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി എന്ന് നമുക്കറിയാം. പിന്നാലെ കേരളത്തിന്റെ പല തീരങ്ങളിലും ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിയുകയും ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ കടലിൽ വീണ കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരിതമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കൊച്ചിയിൽ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ കുടുങ്ങി 8 മീൻ പിടിക്കുന്ന വള്ളങ്ങളിലെ വലകൾ കീറി എന്ന വാർത്ത ഇന്ന് വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ വള്ളങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. വലകൾ ശരിയാക്കും വരെ കടലിൽ പോകാൻ സാധിക്കാത്തതും വലകളുടെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തേണ്ടതും തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. MSC എൽസ കപ്പലപകടം ഉണ്ടായതിനു പിന്നാലെ കടലിൽ വീണ കണ്ടെയ്നറുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത്. ഓരോ ദിവസവും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങി നിരവധി വള്ളങ്ങളിലെ വലകളാണ് കീറുന്നത്. ഇതോടെ ഉപജീവനം മുടങ്ങി മത്സ്യത്തൊഴിലാളികൾ കരയിലിരിക്കേണ്ട സ്ഥിതിയാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് വരുമാനം ലഭിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് സ്ഥിരമായി വല നശിക്കുന്നത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പരാതി നൽകിയിട്ട് രസീത് നൽകാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 8 വള്ളങ്ങളുടെ വലകൾ കീറിപ്പോയിരിക്കുന്നു. ഈ വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആയുസിലെ പണിയാണ് നടക്കുന്നത്. ഒരു വർഷത്തെ മുഴുവൻ അധ്വാനമാണ് സീസൺ പണി കൊണ്ട് പരിഹരിക്കുന്നത്. ഒരു വർഷം മുഴുവൻ അധ്വാനിക്കാനുള്ള പണമാണ് ഈ പോയിരിക്കുന്നത്. ഇതാര് കൊടുക്കും? ഇവരുടെ പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് റെസീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഒരു പരാതി പോലും സ്വീകരിക്കാനോ റെസീറ്റ് കൊടുക്കാനോ തയ്യാറാത്തൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അവമാനകരമായ കാര്യമാണിത്. ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കാരണം കണ്ടെയ്നറുകളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞു വന്ന് കിടക്കുന്നതാണ് വിഷയം. അപ്പൊ അതിനെ നീക്കം ചെയ്ത് ഞങ്ങളുടെ തൊഴിലിടം ഇത് ചെയ്യാണ്. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും ഒരു അവഗണനയോടുകൂടിയാണ് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ കാണുന്നത്. മീനെ കണ്ട് അടിച്ച് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്. റോപ്പ് കയറി കഴിഞ്ഞാണ് വല കാണുന്നത്. കണ്ടെയ്നറുകൾ ഈ ഭാഗത്തു നിന്നും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ മാറ്റുകയും ഞങ്ങളെ പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. 1000 രൂപ നഷ്ടപരിഹാരം തന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഉപജീവനമാർഗം തേടി കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പരാതി കേട്ടുവെന്ന് വരുത്തി തീർക്കാതെ അർഹമായ നഷ്ടപരിഹാരം നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അനന്തുവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.